റഷ്യ ഉക്രൈനിൽ കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള മിസൈൽ ആക്രമണം നടത്തിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വൈദ്യുത വിതരണ സംവിധാനങ്ങൾക്കെതിരായ റഷ്യൻ ആക്രമണത്തെ തുടർന്ന് ഉക്രൈനിൽ 10 ലക്ഷം ആളുകൾക്ക് വൈദ്യുതി നഷ്ടമായെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യ ഒരൊറ്റ രാത്രി കൊണ്ട് നടത്തിയ വലിയ മിസൈൽ ആക്രമണത്തെ തുടർന്നാണ് വൈദ്യുത ഉപഭോഗം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഉക്രൈൻ്റെ പടിഞ്ഞാറൻ മേഖലയിലെ 3 പ്രദേശങ്ങളെ ഈ വൈദ്യുതി മുടക്കം ബാധിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണം സ്ഥിരീകരിച്ച ഉക്രൈൻ്റെ പടിഞ്ഞാറൻ മേഖലയുടെ ഗവർണർ മാക്സിം കോസ്റ്റിസ്കി ഈ മേഖലയിലെ 500,000-ലധികം ആളുകൾക്ക് വൈദ്യുതി ഇല്ലെന്നും പറയുന്നുണ്ട്. ഖാർക്കീവ്, ഒഡേസ എന്നീ സ്ഥലങ്ങളിലേക്കും മറ്റ് 8 പ്രദേശങ്ങളിലേക്കുമായിരുന്നു ഒറ്റ രാത്രി കൊണ്ടുള്ള റഷ്യയുടെ വമ്പൻ മിസൈൽ ആക്രമണം നടന്നത്. കെയ്വിലെ 2 സ്ഥലങ്ങളിൽ നിന്നും മിസൈലിൻ്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ തലസ്ഥാനത്തേക്ക് റഷ്യ തൊടുത്തുവിട്ട എല്ലാ മിസൈലുകളും തങ്ങളുടെ വ്യോമ പ്രതിരോധം തടഞ്ഞുവെന്നാണ് പ്രാദേശിക അധികാരികൾ അവകാശപ്പെടുന്നത്. ഏതാനും വസ്തുവകകൾക്ക് നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തെങ്കിലും ആളപായം ഇല്ലെന്ന് മേയർ വിറ്റാലി ക്ലിഷ്കോ പറയുന്നുമുണ്ട്. ദേശീയ പവർ ഗ്രിഡ് ഓപ്പറേറ്റർ ഉക്രൈനെർഗോ അടിയന്തര പവർ കട്ട് ഏർപ്പെടുത്തുകയും ചെയ്തു. 2014 റഷ്യ പിടിച്ചെടുത്ത ശേഷം മോസ്കോയുമായി കൂട്ടിച്ചേർത്ത ക്രിമിയ ഉൾപ്പെടെ 4 പ്രദേശങ്ങളിൽ ഒറ്റ രാത്രി കൊണ്ട് 25 ഉക്രൈനിയൻ ഡ്രോണുകൾ തങ്ങൾ നശിപ്പിച്ചതായും റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ട് ഉക്രൈനിലെ വൈദ്യുത വിതരണ സംവിധാനങ്ങളിൽ റഷ്യ ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചുവെന്ന് ഉക്രൈൻ പ്രസിഡന്റായ വ്ളാഡിമിർ സെലൻസ്കി അവകാശപ്പെടുന്നു. റഷ്യൻ തീവ്രവാദ തന്ത്രങ്ങളുടെ വളരെ നീചമായ വർധനവ് എന്നാണ് സെലൻസ്കി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ആക്രമണത്തിൽ 100 ഡ്രോണുകളും 90 മിസൈലുകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉക്രൈൻ പ്രസിഡന്റ് ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു സന്ദേശത്തിലൂടെ പറയുന്നുണ്ട്. പല പ്രദേശങ്ങളിലും ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള കാലിബർ ആക്രമണങ്ങൾ നടന്നതായാണ് പറയുന്നത്, പ്രത്യേകിച്ചും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളിൽ. നമ്മുടെ രക്ഷാപ്രവർത്തകരും വൈദ്യുത മേഖലയിലെ തൊഴിലാളികളും ആഘാതത്തിൻ്റെ അനന്തരഫലങ്ങൾ ഇല്ലാതാക്കുന്നതിന് കൂടുതൽ ബുദ്ധിമുട്ടുന്നു. ഇത് റഷ്യൻ തീവ്രവാദ തന്ത്രങ്ങളുടെ വളരെ മോശമായ പ്രവണതയാണെന്നും സെലൻസ്കി പറയുന്നു. വൈദ്യുത വിതരണ സംവിധാനങ്ങൾക്കെതിരായ റഷ്യൻ ആക്രമണങ്ങൾക്കിടയിൽ ഉക്രൈൻ നെറ്റ്വർക്കിൽ നിന്ന് നിരവധി ന്യൂക്ലിയർ പവർ യൂണിറ്റുകൾ വിച്ഛേദിച്ചതായി ഉക്രൈൻ ഊർജ്ജ വ്യവസായ ഉറവിടം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. റഷ്യ ഇത്തരത്തിലെ ആക്രമണം ഇനിയും ശക്തമാക്കാൻ തന്നെയാണ് സാധ്യത. കാരണം തങ്ങൾക്കൊപ്പം ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വന്ന ഉത്തര കൊറിയയിലെ 500 സൈനികർ കൊല്ലപ്പെട്ടതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു. 10,000-ലധികം പട്ടാളക്കാരെയാണ് ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ റഷ്യയിലേക്ക് സഹായത്തിനായി അയച്ചിരിക്കുന്നത്. അവരുടെ മരണം പുടിൻ ഏറെ ഗൗരവത്തോടെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്വാഭാവിക പ്രതികരണമാണ് ഇപ്പോൾ നടന്ന ശക്തമായ ഈ മിസൈൽ ആക്രമണവും.